ഓം നിശീധേ തമഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദന ദേവക്യാം ദേവരൂപിണ്യം വിഷ്ണു സർവഗുഹാശയാം ആവിരാസീത് യഥാ പ്രാച്യം ദിശീന്ദൂരിവ പുഷ്കല. ഹരേ സ്വാമിയേ ശരണമയ്യപ്പ. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ പ്രിയ വസുദൈവ ശരണമയ്യപ്പ കുടുംബാംഗങ്ങൾക്കും 100,000 സ്നേഹാശംസകൾ. നമ്മുടെ ജീവിതം സമ്പന്നമാകണം. എൻ്റെ ജീവിതം സമ്പന്നമായാലേ എൻ്റെ ഭാര്യയുടെ ജീവിതം സമ്പന്നമാവുള്ളൂ. എൻ്റെ ജീവിതം സമ്പന്നമായാലേ എൻ്റെ മക്കളുടെ ജീവിതം സമ്പന്നമാകുള്ളൂ. എൻ്റെ ജീവിതം സമ്പന്നമായാലേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം സമ്പന്നമാകുള്ളൂ. എൻ്റെ ജീവിതം സമ്പന്നമാകുമ്പോഴാണ് ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളുടെ ജീവിതം സമ്പന്നമാകുള്ളൂ. അതുകൊണ്ട് വേദങ്ങൾ പറയുന്നു, ആത്മനസ്ഥു കാമായ സർവം പ്രിയം ഭവതി. അപ്പോൾ എന്താണ് ഈ സമ്പത്ത്? നമുക്ക് വേണ്ട സമ്പത്ത് എന്താണ്? നിങ്ങൾ ഓരോ വ്യക്തികൾ ആഗ്രഹിക്കുന്ന സമ്പത്തും വേണം, വേണ്ട എന്നല്ല പറയുന്നത്. പിന്നെ നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസിൽ പവർ, ഈ ശരീര ആരോഗ്യം, ഇതെന്ത് വന്നാലും അസ്ഥി ജായതേ വർദ്ധതേ വിപരീതം അവക്ഷേയമതേ നശ്യതി. ഇത് നശിക്കും, ഇതിന് ക്ഷീണവും പറ്റും. പിന്നെ മനഃശക്തിയുള്ള മനസ്സിൻ്റെ ആരോഗ്യമാണ് നാം നേടിയെടുക്കേണ്ടത്. മനോബലമാണ് നാം നേടിയെടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും നമ്മളെ തകർത്താനോ നമ്മളെ തളർത്താനോ സാധിക്കില്ല എന്ന് തിരിച്ചറിയണം. കാരണം നമ്മളെ കാത്തു കിടക്കുന്നത് ഒരു വാർദ്ധക്യമുണ്ട്. ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമാവും നമ്മുടെ ജീവിതം. ശമ്പളവുമില്ല, വരുമാനവുമില്ല, അവനവന് നമുക്ക് മുട്ടുവേദന, ഭാര്യയ്ക്ക് അവിടെ വേദന, ഇവിടെ വേദന, BP, ഷുഗർ, കൊളസ്ട്രോള്, ബ്ലഡ് 100,000 രോഗം. നമുക്കും രോഗം, ഭാര്യയ്ക്കും രോഗം, മക്കൾക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, അതില്ല, ഇതില്ല, കുട്ടികൾക്ക് പഠിത്തമില്ല, അഡ്മിഷനില്ല, മറ്റവർക്ക് മകൻ്റെ ഭാര്യയ്ക്ക് ഗർഭമില്ല, മകന് പ്രമോഷൻ കിട്ടിയില്ല, മകൾക്ക് ട്രാൻസ്ഫർ. ഇങ്ങനെ 100,000 പ്രശ്നങ്ങളിൽ സാമ്പാറിന് കടുക് പൊട്ടിച്ചിടുമ്പോൾ കടുക് പൊട്ടുന്നത് പോലെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വാർദ്ധക്യം. ഈ വാർദ്ധക്യത്തിൽ നമ്മുടെ മക്കൾ അഗതി മന്ദിരത്തിൽ കൊണ്ടുവിടാതിരിക്കാൻ വയസ്സാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വസന്തമാക്കി മാറ്റണം. ഓൾഡ് ഏജ് ഗോൾഡ് ഏജ് ആക്കി മാറ്റണം. സ്വാമി ഉദിത് ചൈതന്യജി പറയും, ഓൾഡ് ഏജ് ഗോൾഡ് ഏജ് ആക്കി മാറ്റണം. അപ്പോൾ ജീവിതം സന്തോഷപ്രദമായി, ആനന്ദപ്രദമായി, ശ്രേയസ്കരമാക്കി കൊണ്ട് നടക്കണം. അതിന് നമ്മുടെ മനസ്സിന് ശക്തി നാം സംഭരിക്കണം. വേണോ വേണ്ടയോ? വേണമെന്നുള്ള ആഗ്രഹിക്കുന്നവർ, ശ്രേയസ്കരമായ ജീവിതം ആഗ്രഹിക്കുന്നവർ ഇപ്പോഴുള്ള ഈ ജീവിതചര്യയിൽ നിന്നും
ഒരു ചെറിയ മാറ്റങ്ങൾ, അത് അടിമുടി പരിവർത്തനം മനസ്സിൽ വരുത്തണം. അതിന് എന്ത് ചെയ്യണം? അതിന് വേദങ്ങൾ പറയുന്നു, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച ബുദ്ധിന്തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണാം ഹയ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇപ്പോൾ ഓടുന്നത് ബഹിർമുഖമാകുന്ന, നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തോട്ടാണ്. കുതിരയോടുന്നത് പോലെയാണ് ഓടുന്നത്. അപ്പോൾ ആത്മാനം രഥിനം വിദ്ധി, ഈ ആത്മാവിനെ ഒരു രഥത്തോടാണ് ഇവിടെ വേദങ്ങളെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഈ ആത്മാവ്, ആ ആത്മാവാണ് ഈ ശരീരത്തിൻ്റെ, ഈ ശരീരമാകുന്ന വാഹനത്തിൻ്റെ RC ഓണറ്. ശരീരം രഥമേവച, ശരീരമാകുന്നു രഥം, ശരീരമാകുന്നു രഥം. ബുദ്ധിന്തു സാരഥിം, നമ്മുടെ ബുദ്ധിയാകുന്നു ഈ രഥത്തിൻ്റെ സാരഥി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ബുദ്ധിയാണ് സാരഥിയെങ്കിൽ പാർത്ഥനൻ്റെ സാരഥിയായി കൃഷ്ണൻ. അപ്പോൾ നമ്മുടെ പരമാർത്ഥ ജ്ഞാനങ്ങൾ, വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ഭാഗവതവും പഠിച്ച് കൃഷ്ണനെ നമ്മുടെ ബുദ്ധിന്തു സാരഥിം, ബുദ്ധിയുടെ സാരഥിയാക്കി വയ്ക്കുകയാണെങ്കിൽ മനഃപ്രഗ്രഹമേവച, മനസ്സാണ് ഓടിക്കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് നമുക്ക് ഓടിക്കളിക്കാനുള്ള നാഷണൽ ഹൈവേകളാണ്. അപ്പോൾ ഗൂഗിൾ മാപ്പായി മനസ്സിലെ നോക്കിയാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഇന്ദ്രിയാണാം ഹയം. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ വാഹനം. അപ്പോൾ റോൾസ് റോയ്സ് വാഹനത്തിന് പകരം നമ്മൾ ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയുമാകുന്നു ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മുടെ ഈ രഥം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പരമശാന്തമായ ഒരു ജീവിതം നമുക്ക് സ്വന്തമാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അറിയാം, ധ്യാനയോഗം എന്ന 6-ാമത്തെ അധ്യായം, അതിൽ 5-6 ശ്ലോകങ്ങളിലൂടെയാണ് ഈ സത്യം കൃഷ്ണൻ അനാവരണം ചെയ്യുന്നത്. അവനവൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടു നടക്കാം, അവനവൻ്റെ ജീവിതത്തെ സ്നേഹിക്കുകയും പ്രേമിക്കുകയും ചെയ്യുന്നവരോട് കൃഷ്ണൻ പറയുന്നു, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേ ആത്മന്യേരാത്മനോ ബന്ധോ ആത്മന്യേരിപുരാത്മന. അവനവൻ്റെ ജീവിതത്തെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്നത് അവനവനാണ്. അവനവൻ്റെ ജീവിതത്തെ തകർക്കുന്നത് അവനവനാണ്. അവനവൻ്റെ ജീവിതത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് അവനവനാണ്. അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തളർത്താനോ നമ്മളെ തകർത്താനോ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ ഭർത്താവിനോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ സമൂഹത്തിൽ ആർക്കും തന്നെ സാധിക്കില്ല. ഈ സത്യം തിരിച്ചറിയുന്ന വ്യക്തികളോട് കൃഷ്ണൻ തുടർന്നു പറയുന്നു, ബന്ധുരാത്മനാത്മനസ്തസ്യ യോനാത്മാവാത്മനാ ജിതാ അനാത്മനസ്തു ശത്രുത്വേ വർത്തേദാത്മൈവ ശത്രുവത്. ഏനാത്മാ ഈ ബുദ്ധി കൊണ്ട്, അവനവൻ്റെ ബുദ്ധി കൊണ്ട്. ഭഗവാൻ മറ്റൊരവസരത്ത് പറയും, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവം ദദാമി ബുദ്ധിയോഗം. ഇവിടെ കൃഷ്ണൻ പറയുന്നു, ഗുരുവായൂർ കുളിച്ചു തൊഴുന്ന ആൾക്കാർക്ക് 1.5 കിലോ അനുഗ്രഹം, 33 ലിറ്റർ പാൽപ്പായസം തരും, അനുഗ്രഹം തരുമെന്ന് കൃഷ്ണൻ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു,
ദദാമി ബുദ്ധിയോഗം. അവർക്ക് ഞാൻ പായസം കുടിച്ച് അതിൻ്റെ 33 ലിറ്റർ പാൽപ്പായസം ഞാൻ തരും. അതിലത്തെ മധുരം ജീവിത മധുരമാക്കാൻ അവർക്ക് ഞാൻ ബുദ്ധിയോഗത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആത്മൈവാത്മനാജിത, അവനവൻ്റെ ബുദ്ധി കൊണ്ട് ബഹിർമുഖമായ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അവനവൻ്റെ മനസ്സിനെ അവനവൻ നിയന്ത്രിക്കാൻ പ്രാപ്തമാക്കിയവനവനെ ഞാൻ വളർത്തിയെടുക്കുന്നതാണ്. ഇതാണ് കൃഷ്ണൻ്റെ ഗ്യാരണ്ടി. ഇതാണ് ഭഗവത്ഗീതയുടെ വിഷനും മിഷനും. ആത്മ ഏവ ബന്ധു, താൻ തന്നെയാണ് തൻ്റെ ബന്ധു എന്ന് തിരിച്ചറിയണം. അപ്പോൾ ഇതുവരെ നാം മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ ബന്ധുവാണ് നമ്മുടെ അച്ഛൻ, നമ്മുടെ ബന്ധുവാണ് നമ്മുടെ അമ്മ, നമ്മുടെ ബന്ധുവാണ് നമ്മുടെ ഭാര്യ, നമ്മുടെ ബന്ധുവാണ് നമ്മുടെ ഭർത്താവ്, നമ്മുടെ ബന്ധുവാണ് നമ്മുടെ മക്കൾ. പിന്നെ നമ്മൾ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ വിളിക്കുന്നില്ലേ, ബന്ധുക്കളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നില്ലേ? ഈ ബന്ധുക്കളൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ ബന്ധുവാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ബന്ധുവാണ്. ആത്മയേവ ബന്ധു, അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധു. നമുക്കറിയാം, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല ജീവിത പ്രശ്നമുണ്ടായാൽ, ജീവിതത്തിൽ ദുഃഖമുണ്ടായാൽ നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കും. ഇതിന് ഭഗവാൻ പറയും വിഗതജ്വര എന്ന് പറയും. അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുന്ന പോലെ ഒരു ദുഃഖം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ദുഃഖം ആരോട് ഷെയർ ചെയ്യാനാണ്? എൻ്റെ സിനിമാ പാട്ടുണ്ട്, അവനവൻ കുരുക്കരിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ. ഈ ഗുലുമാല് അവനവൻ തന്നെ ഈ കുരുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ ഈ മനോരോഗത്തിന്, ഈ ദുഃഖരോഗത്തിന് എന്താണ് പരിഹാരം? മറ്റൊന്നുമില്ല, നാമരൂപ ഭഗവത് ഉപാസനാ സിദ്ധൌഷധം. വേദങ്ങൾ പറയുന്നു നാമരൂപ ഉപാസന സിദ്ധൌഷധം. ഈ 2024 ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനോരോഗത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ കോഴിക്കോട് ഉള്ളവരാണ്. എന്താണ് അതിന് കാരണം? നിങ്ങൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിലോട്ട് പോകുന്നു എന്ന് സെമിറ്റിക് മതങ്ങൾ പറയുമ്പോൾ നരകത്തിലോട്ട് പോകാൻ പേടിയുള്ള ആ സെമിറ്റിക് മതങ്ങളെ ഫോളോവേഴ്സുകൾ അവരുടെ മനസ്സ് അരി അടുക്കളയിൽ തിളച്ച് പൊങ്ങുന്നത് പോലെ പൊങ്ങി മനോരോഗികളായി അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ഗൂഗിളിനെ സെർച്ച് ചെയ്യുകയാണ്. ഏതായാലും ഹിന്ദുക്കളായ ജന്തുക്കൾ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ നരകത്തിൽ വീഴില്ല. കാരണം ഇവിടെ കൃഷ്ണോസ്തു ഭഗവാൻ സ്വയം, ഭഗവാൻ കൃഷ്ണൻ പൂർണ്ണാവതാരം എടുത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമാക്കി ഉയർത്താനാണ്. പൂർണ്ണമിത പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശേഷിതേ. അപ്പോൾ മനോവേദനയും മനോവിഷമവും വിഷാദവും നമ്മുടെ ജീവിതത്തെ തകർക്കുകയാണ്. അതിന് ഇതിൽ നിന്നും ശാശ്വതമായ ഒരു പരിഹാരം, അതിനാണ് ജപശക്തി. നാമരൂപത്തിൽ ഭഗവാനെ സ്വന്തമാക്കണം. നാമജപ ലയ ശക്തി കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. അപ്പോൾ ഈ നാമജപ ലയ ലഹരി നമുക്ക് സ്വന്തമായിട്ടുണ്ടാകുമ്പോൾ
ബിവറേജസ് കോർപ്പറേഷൻ മദ്യവും മയക്കുമരുന്നും മുതലായ പുകവലി മുതലായിരിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ മുതലായ ഒരു ലഹരിയും നമുക്ക് വേണ്ട. അപ്പോൾ ഈ നാമ ജപ ശക്തി നാം സംഭരിക്കുമ്പോഴോ എല്ലാ ദുഃഖത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. അത് രാവിലെ ആകാശത്ത് സൂര്യനങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ ആ നക്ഷത്രങ്ങൾക്കും ചന്ദ്രനെയും മറികടക്കും സൂര്യൻ്റെ പ്രകാശം. ഇതുപോലെ വേദങ്ങൾ പറയുന്നു, നാമസ്മരണ മാത്രേണ സർവദുഃഖ പ്രണശ്യതി. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാനും അതിവർത്തിക്കാനും നമുക്ക് നാമസ്മരണ കൊണ്ട്. അപ്പം സ്മരിക്കുക എപ്പോഴും. തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മരയുധ്യജ. ഭഗവാൻ പറയുന്നു, എപ്പോഴും ഈ നാമസ്മരണ നാം കൊണ്ടു നടക്കണം. ഇതിനിടെ ഒരു ജ്യോതിഷം പറഞ്ഞു, 14 വർഷം അതെന്താണ്, ശനിദോഷമാണ്. അപ്പോൾ 14 വർഷം കഴിഞ്ഞു കഴിഞ്ഞാലോ ഈ ദുഃഖ ദുരിതങ്ങളും അങ്ങോട്ട് എന്തായിക്കൊള്ളും, ഒരു ശീലമായിക്കൊള്ളും. എന്തായിക്കൊള്ളും, ഒരു ശീലമായിക്കൊള്ളും. അല്ലാതെ ഇതിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കില്ല എന്ന് ജ്യോതിഷൻ പറഞ്ഞതുപോലെ അല്ല മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാദ്യാരുടെ മകൻ പറയുന്നു, ഭഗവത്ഗീതയിൽ റിട്ടണായി കൃഷ്ണൻ എഴുതി വച്ചിരിക്കുന്നു. എന്ത്? ബന്ധുരാത്മനാത്മനസ്ഥസ്യ ഏനാത്മേ വാത്മനാജിത. നിനക്ക് എല്ലാ ദുഃഖത്തിൽ നിന്നും ജയിക്കാൻ സാധിക്കും. എങ്ങനെ? നാമസ്മരണ മാത്രേണ. നാമസ്മരണ കൊണ്ട് ഞാൻ ശക്തനായിരിക്കുന്നു. ഇതാണ് പ്രാണശക്തി, ഇതാണ് മനഃശക്തി, ഇതാണ് മനോബലം. അതുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ ജീവിത ദുഃഖത്തെ അതിവർത്തിക്കും. അതെങ്ങനെ? ഇച്ചിരി പാലെടുത്ത് അതിൽ ഇത്തിരി തൈര് ഉറവൊഴിച്ച് പിറ്റേന്ന് ദിവസം ആ തൈര് കടഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെണ്ണ ഇങ്ങനെ പൊങ്ങി 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 വരും. ഇതുപോലെ നാമജപ ലയത്തിലൂടെ നാമജപസ്മരണയിലൂടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാകുന്ന വെണ്ണ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോൾ നാമജപ കോടീശ്വരനായി മാറും. നാമജപ കോടീശ്വരനായി മാറും. കോടീശ്വരന്മാർ ഒരു സുപ്രഭാതത്തിൽ ലോട്ടറി അടിച്ചിട്ടുള്ള കോടീശ്വരനല്ല ഇവിടെ. അവർ ദിവസേന, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിവസേന ഒരു 1000 ഉറുപ്പിക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ 1 കോടി രൂപ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താകും? കോടീശ്വരനാകും. ഇതുപോലെ ഓരോ അപ്പോഴും നാം ദുഃഖ ദുരിതത്തിലായിരിക്കും. ഇതുപോലെ ദിവസേന നമ്മൾ തസ്മാ സർവേഷു കാലേഷു എപ്പോഴും നാമത്തെ ഏത് IC യൂണിറ്റിലും നമുക്ക് കൊണ്ടു നടക്കാം. അപ്പോൾ ആ നാമത്തെ നാം ആശ്രയിച്ച് നാമം ജപിക്കുന്ന ഒരു നാമസംസ്കൃതി നാം കൊണ്ടു നടക്കണം. ഇപ്പോഴുള്ള ക്ഷേത്ര ദർശന സംസ്കൃതിയിൽ നിന്നും ക്ഷേത്രത്തിൽ പോയിട്ട് ആ വിഗ്രഹം കണ്ട് തൊഴുതിങ്ങ് വന്നതുകൊണ്ടൊന്നും ദുഃഖത്തെ നിങ്ങൾക്ക് അതിവർത്തിക്കാൻ സാധിക്കുമെന്ന് ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. പിന്നെ ആ വിഗ്രഹത്തിലൂടെ വിശേഷ ഗ്രാഹ്യത ഇതി വിഗ്രഹ. ആ ക്ഷേത്രത്തിൽ ഇപ്പം അയ്യപ്പനാണ് വെച്ചാൽ സ്വാമിയെ ശരണമയ്യപ്പ, ശിവക്ഷേത്രത്തിലാണ് ഓം നമശിവായ, കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് കൃഷ്ണ 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 മുകുന്ദ ജനാർദ്ദന എന്ന്, മറ്റേ വിഷ്ണു ക്ഷേത്രം നാരായണ നാരായണ. ഈ നാരായണ ജപം ഏത് മന്ത്രമാണ്? ആ മന്ത്രജപത്തിലൂടെ ആ വിഗ്രഹത്തിലൂടെ നാം ഊർജത്തെ സംഭരിച്ച് നാമ ഊർജശക്തിയായി. അതാണ് ഇന്നർ എൻജിനീയറിങ്, അതാണ് കോസ്മിക് ഇനർജി. അപ്പോൾ മനസ്സന്തോഷകാരകമായ ഈ പ്രാണബലം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തെ അത്യാനന്ദ നാമസങ്കീർത്തന
പവിത്രമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ശക്തി നമുക്ക് ജീവിതത്തെ ഏത് ദുഃഖത്തെയും പുഞ്ചിരി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. സർവ വേദാന്ത സാരം ഹി ശ്രീമദ് ഭാഗവതമീഷ്യതി. ഇതാണ് ഭാഗവത ശാസ്ത്രത്തിനും പറയാനുള്ളത്. സർവ വേദാന്ത സാരമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവത ആചാര്യനാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ 4 പതിറ്റാണ്ട് കാലത്തെ വേദാന്ത വിദ്യാർത്ഥിയായ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ നാമസങ്കീർത്തനം ഇത് നമുക്ക് കാലദേശങ്ങൾക്കതീതമായി എവിടെയും കൊണ്ടു നടക്കാം, ഏത് ICU യൂണിറ്റിലും കൊണ്ടു നടക്കാം. ഇതുകൊണ്ട് നാം നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കുകയാണെങ്കിൽ ശക്തമായ ഒരു മനസ്സിനുടമ, ആ ശക്തമായ മനസ്സിനുടമയ്ക്ക് അതിശക്തമായ ജീവിതത്തെ നിഷ്പ്രയാസം നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, കള്ളനായ രത്നാകരൻ രാമനാമ ജപലയത്തിലൂടെ ആദി കവിയായി ഉയർന്നു. അതുപോലെ ശ്രീമദ് ഭാഗവതം 12 സ്കന്ധത്തിലെ അവസാനത്തെ ശ്ലോകം ഭാഗവതം വേദവ്യാസ ഭഗവാൻ അവസാനിപ്പിക്കുന്നു. ഈ 18,000 ശ്ലോകം ഒരൊറ്റ ശ്ലോകങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തിന്? എങ്ങനെ ജീവിതം സന്തോഷപ്രദമായി ആനന്ദപ്രദമായി കൊണ്ട് നടക്കണം, എങ്ങനെ ഭർത്താവ് സ്നേഹിക്കുന്ന ഒരു ഭാര്യയാകാം, എങ്ങനെ ഭാര്യ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാകാം, എങ്ങനെ അച്ഛനും അമ്മയും ബഹുമാനിക്കുന്ന മക്കളായി ഉയരാം. ഇതാണ് ഭാഗവതത്തിൻ്റെ വിഷനും മിഷനും. അതിൽ ഭാഗവതത്തിൽ പറയുന്നു, ഈ നാമലയം ഈ നാമജപലയ ലഹരി ഇതുകൊണ്ട് നമ്മുടെ കുടുംബം ഇപ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കി മാറ്റണം. ഇപ്പോൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഏറ്റുമുട്ടുന്ന പ്രതിപക്ഷങ്ങളെ പോലെയുള്ള ഒരു കുടുംബം. മക്കൾ ഒരു സ്ഥലത്തിരുന്ന് തോണ്ടും, അച്ഛൻ ഒരു സ്ഥലത്തിരുന്ന് തോണ്ടും, അമ്മയൊരു സ്ഥലത്തിരുന്ന് തോണ്ടും. തോണ്ടി കുഴിമന്തി ശവന്തീനികളായി ജീവിതം കുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു അടിമുടി പരിവർത്തനം. അപ്പം ശ്രീമദ് ഭാഗവതം 18,000 ശ്ലോകങ്ങളിൽ അവസാനം പറയുന്നു വേദവ്യാസ ഭഗവാൻ 12 സ്കന്ധത്തിൽ 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എന്ത്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഹരിയുടെ, ജഗതീശ്വരൻ്റെ ഹരി എന്ന് പറഞ്ഞ ദുഃഖത്തെ അരിഞ്ഞു വീഴ്ത്തുന്ന ഏത് നാമമായാലും അത് അനന്തതയുടെ പ്രതീകമാണ്. ഏത് നാമമായാലും അത് ദുഃഖത്തെ അരിഞ്ഞു വീഴ്ത്തുന്നതാണ് ആ നാമം. ശരണമയ്യപ്പ 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 സ്വാമി ശരണമയ്യപ്പ. നമ്മൾ കാണുന്നില്ലേ ശബരിമലയ്ക്ക് പോകുന്ന ഓരോ ഭക്തന്മാരും ആ ജപം ജപിച്ച് കരിമല നീലിമല അപ്പാച്ചിമേട് ശരംകുത്തിയാൽ 18-ാം പടിയിൽ കയറുമ്പോഴും ശരണമയ്യപ്പ 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 അങ്ങനെ ജപിച്ച് ഫ്ലൈ ഓവറിലൂടെ ശരണമയ്യപ്പ ജപിച്ച് ആ ശ്രീലകത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ ആ ചിന്മുദ്രാങ്കിതനായ അയ്യപ്പസ്വാമിയെ കാണുമ്പോൾ ശരണമയ്യപ്പ 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 ആ വിഗ്രഹത്തെ കണ്ട് ആ രൂപം ഹൃദിസ്ഥമാക്കി ശരണമയ്യപ്പ ശരണമയ്യപ്പ ആ ജപിച്ചുകൊണ്ട് ആ ജപ ഊർജശക്തി അവനവൻ്റെ ഹൃദയത്തിൻ്റെ അവനവൻ്റെ ബുദ്ധിയുടെ തേജസ്സായി നാം കൊണ്ട് നടക്കണം. അപ്പോഴാണ് ശബരിമല ദർശനം പൂർണ്ണമാകുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഗുരുവായൂർ പോകുമ്പോഴും നാരായണ 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 ജപിച്ചുകൊണ്ട് വെളുപ്പിന് 2 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ചുകൊണ്ട് നാരായണ 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 ജപിച്ചുകൊണ്ട് കുളിയും നിത്യകർമ്മങ്ങളും ഒക്കെ ജപിക്കുമ്പോൾ നാരായണ നാരായണ ജപിച്ചുകൊണ്ട് ആ ക്യൂവിൽ പോയിട്ടങ്ങ് നിൽക്കുമ്പോൾ നാരായണ 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 കണ്ണടച്ചുകൊണ്ട് കണ്ണിനു
കണ്ണ് മനമാകുന്ന കണ്ണതിൽ കണ്ണനെ കാണണം. ഹരിനാമകീർത്തനത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ നമ്മളോട് പഠിപ്പിച്ചില്ലേ, കണ്ണ് മനമാകുന്ന കണ്ണതിനെ, ആ കണ്ണനെ ജപിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ആ നാരായണ 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 കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ അങ്ങനെ ജപിച്ചുകൊണ്ട് ആ ക്യൂവിൽ നിന്നുകൊണ്ട് അങ്ങനെ പോയി. അപ്പോൾ ആ ഗുരുവായൂർ ശ്രീലകത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ ആ കൃഷ്ണൻ എങ്ങനെ പൊന്നോടെ കുഴലം വിളിച്ചുകൊണ്ട് ഭുവനമോഹന മന്ദഹാസം പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കൃഷ്ണനെ കാണുമ്പോൾ വിശേഷ ഗ്രാഹ്യതയെ ഇതി ആ വിഗ്രഹത്തിലുള്ള ചൈതന്യത്തിലെ അവനവൻ്റെ അന്തരാത്മാവിൻ്റെ കൃഷ്ണനായി കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നാമജപശക്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഊർജപ്രവാഹമായി മാറും. ഓരോ ഭക്തനും ഭക്തി ലഹരിയിൽ നീരാടുമ്പോൾ, ഭക്തി സമുദ്രത്തിൽ നീന്തിത്തുടിക്കുമ്പോൾ, നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു ക്രൈസിസ് വരുമ്പോൾ ഈ നാമജപശക്തി നമുക്കതിനെ അതിവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ട് സമുദ്രത്തിൽ താഴ്ത്തിയാലും അവൾ ായിട്ട് പുറത്തോട്ട് വരുന്നതായിരിക്കും ഈ നാമജപശക്തി. അപ്പോൾ അവിടെയും നമുക്ക് നമ്മുടെ ജീവിത ദുഃഖത്തെ അതിവർത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മുടെ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളിൽ ദുരിതമാകുന്ന ജീവിതമാകുന്ന ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മപിതാമഹരെ മാനവരാശിക്ക്, ഞാനും നിങ്ങളുമടങ്ങുന്ന ഹൈന്ദവ സമൂഹത്തിന് ജീവിതം സന്തോഷപ്രദമായി കൊണ്ടു നടക്കാനാണ് വിഷ്ണു സഹസ്രനാമം തന്നിരിക്കുന്നത്. ആ വിഷ്ണു സഹസ്രനാമം ഇത് ജപിച്ചിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ടേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ചായ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ കുടിക്കും. പക്ഷേ വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടേ ചായ ഒരു ഗ്ലാസ് കുടിക്കുള്ളൂ. എൻ്റെ അമ്മ വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടേ ചായ കുടിക്കുള്ളൂ. എൻ്റെ അച്ഛൻ വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടേ ഒരു ഗ്ലാസ് ചായ കുടിക്കുള്ളൂ. അതുകൊണ്ട് ഞാനും വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടേ ഒരു ഗ്ലാസ് ചായ കുടിക്കുള്ളൂ. എൻ്റെ ഭാര്യ വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുള്ളൂ. എൻ്റെ സഹോദരിമാരും എൻ്റെ സഹോദരന്മാരും വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ടേ ഒരു ഗ്ലാസ് ചായ കുടിക്കുള്ളൂ. അതുകൊണ്ട് യദ്യദാചരതി ശ്രേഷ്ഠ തത്ര ദേവോസ്തോ ജയ സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. മാനവരാശിയോട് എനിക്ക് പറയാനുള്ളത്, വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ട് മാത്രമേ ജീവിതത്തിൽ ചായ കുടിക്കുള്ളൂ എന്ന് ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാക്കുക. അതിനെയാണ് ഭഗവത് ബുദ്ധി, അതിനെയാണ് ഈശ്വരീയമായ ബുദ്ധി. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ എന്ത് വന്നാലും വിഷ്ണു സഹസ്രനാമം ജപിക്കും. ആ സഹസ്രനാമത്തിലൂടെ നാം ജപിക്കുന്ന ശക്തി സംഭരത്തൻ സർവപ്രഹരണായുധ, ജീവിതത്തെ ഏത് ദുഃഖത്തെയും പ്രഹരിക്കാനുള്ള ആയുധമായി. എനിക്കിത് തീർന്നു, എൻ്റെ അച്ഛന് ഇത് സംഭവിച്ചു, എൻ്റെ അമ്മയ്ക്കിത് ജീവിതത്തിൽ പ്രാക്ടിക്കലായി വരുത്തി, ഞാനിത് പ്രാക്ടിക്കലായിട്ട് വരുത്തി. അതുകൊണ്ട് നിങ്ങളോടിത് പറയുന്നത്, സർവപ്രഹരണായുധ, സർവത്തിനെയും ജീവിതത്തിൻ്റെ സർവത്തിനെയും സർവദുഃഖത്തെയും പ്രഹരിക്കാനുള്ള ആയുധമായി ഈ നാമത്തെ നമുക്കിത് കൊണ്ടു നടക്കാൻ സാധിക്കും, എപ്പോഴും കൊണ്ടു നടക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ ദുഃഖത്തെയും അതിജീവിച്ചു കഴിഞ്ഞാൽ സന്തോഷ സംതൃപ്ത ജീവിതം ഞാൻ നയിക്കുന്നു, നിങ്ങൾക്കും നയിക്കാൻ സാധിക്കും. ഈ നാമ ജപ ലയ ലഹരിയിലൂടെ. ഈ ലഹരി എനിക്ക് കിട്ടി, എൻ്റെ അച്ഛന് കിട്ടി, എൻ്റെ അമ്മയ്ക്ക് കിട്ടി, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്കും ഇത് കിട്ടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചു കൊള്ളുന്നു. ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ അച്ഛന്, നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം. അങ്ങനെ സന്തോഷപ്രദമായൊരു ജീവിതം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് സ്നേഹത്തിൽ
സ്നേഹം നിറഞ്ഞുകൊണ്ട് സ്നേഹം സമുദ്രം നമ്മൾ സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാ